ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നാൽ പക്ക വൈബായിട്ട് പോവാ. ഇച്ചിരി ലോജിക് പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ OTT ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ എടുത്ത് ഏറി പോകാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. എപ്പം അമിത ബൈജു കരഞ്ഞു, ഞാനും കരഞ്ഞു. ഇതൊരു ഫുൾ നമ്മൾ ആ ലോജിക്കൊക്കെ വിട്ട് ഫുൾ എന്റർടൈൻമെന്റ് ചെയ്യുന്ന നൈസ് പടം. ഞാൻ ഒരുപാട് കടന്ന് കരഞ്ഞു മറിച്ച് ഈ സിനിമ. ഫ്രണ്ടായിട്ട് പോകണം, കപ്പിൾസായിട്ട് പോകണം. ആദ്യം തൊട്ട് അവസാനം വരെ എനർജറ്റിക് ആയിട്ട് തന്നെയാണ് പടം പോയിക്കൊണ്ടിരുന്നത്. സ്റ്റോറി ലൈൻ വൺ ബോർ സ്റ്റോറി ലൈനാണ്. അത്ര പിടിക്കില്ല, എന്നാലും കപ്പിൾസിന് കൂടുതൽ നന്നായിട്ട് ഭയങ്കര ഇഷ്ടമായി. 2.5 മണിക്കൂർ ഫുൾ ഓൾ എൻജോയ്മെന്റ്. കോമഡീസ് ഒക്കെ കോമഡി ഒക്കെ ഫുൾ വർക്ക്ഔട്ട് ആയി. കപ്പിൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഫ്രണ്ട്സ് ആയിട്ടാണ് കൊള്ളാം. എന്തായാലും ഫുൾ ഓൺ എന്റർടൈൻമെന്റ്. കൊള്ളാം ബ്രോ, നല്ല ഒരു ഫൺ എന്റർടൈനർ. ദീപാവലിക്ക് കാണാൻ പറ്റിയ ഒരു പടം. എല്ലാവരും പെർഫോമൻസ് ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണോ? കൊമേഴ്ഷ്യൽ മൂവി തന്നെയാണ്. ഡ്രാഗന്റെ വേറൊരു വേർഷൻ ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല, ഇത് വേറൊരു ജേണർ അല്ലേ. കൊള്ളാം, കണ്ടിരിക്കാം. പ്രദീപ് രംഗനാഥൻ ഷോ ആണോ? ഷോ വെരി സൂപ്പർ ഷോ. ഫ്രണ്ടായിട്ട് പോകണം, കപ്പിൾസായിട്ട് പോകണം. സ്റ്റോറി ലൈൻ മാത്രം ഇഷ്ടപ്പെട്ടില്ലേ? സ്റ്റോറി ലൈൻ വൺ ബോർ സ്റ്റോറി ലൈനാ. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ കോമഡി ആവശ്യത്തിനുണ്ട്, സെക്കൻഡ് ഹാഫിൽ കോമഡി ഇല്ല. സ്റ്റോറി ലൈൻ പക്ഷേ നമ്മൾ എൻഗേജിംഗ് ആയി തിയേറ്ററിൽ പിടിച്ചിരുന്നില്ലേ? ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് പിന്നെ സിനിമ കൊള്ളായിരുന്നു, നല്ല സിനിമയായിരുന്നു. നല്ല കിടിലായിട്ട് ആൾക്കാരെല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി മമിത ബൈജു. എപ്പം മമിത ബൈജു കരഞ്ഞു, ഞാനും കരഞ്ഞു. അത്രേ ഉള്ളൂ. ഇമോഷൻസ് എല്ലാം കൺവേ ആയോ? എല്ലാം കൺവേ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൺവേ. ഞാൻ ഒരുപാട് കടന്ന് കരഞ്ഞു മറിച്ച് ഈ സിനിമ കണ്ടിട്ട്. ലവ് ടുഡേ അതുപോലെയൊക്കെ നൈസാണ് കൂടെ. നമ്മൾ കപ്പിൾസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എല്ലാവർക്കും ഓക്കെയാണ്. ഒരു ഫൺ മെറ്റീരിയൽ ആണ്. സിംഗിൾസിനൊക്കെ ഒരു അടിയാണോ സിനിമ? ഇല്ല അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും വാച്ച് ചെയ്യാൻ പറ്റിയ പടമാണ്. സ്റ്റോറി വലിയ കത്തിയില്ല, പിന്നെ കോമഡി ഉണ്ട്. ചുമ്മാ കണ്ടിരിക്കല്ലേ? കണ്ടിരിക്കും. ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? എമോഷൻ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പോലെ തോന്നി. നല്ലൊരു പടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് അപ്ഡേറ്റിംഗ് ആണ്, സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കായിരുന്നു. പക്ഷെ നല്ല സ്റ്റോറി ആയിരുന്നു. സ്റ്റോറി ലൈൻ ഭയങ്കര ഡൗൺ ആണോ? അല്ല, സ്റ്റോറി ലൈൻ ഒരു വെറൈറ്റി ആണ്. ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ആക്കായിരുന്നു. സോങ് നല്ലതാണ്. ജെൻസി കിഡ്സിനാണ് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ജെൻസി കിഡ്സിന് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ. ഫാമിലി ഓഡിയൻസിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കപ്പിൾസിന് അത്ര പിടിക്കില്ല, എന്നാലും കപ്പിൾസിന് കൂടുതൽ നന്നായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫുൾ പ്രദീപ് ഷോ. ഡ്രാഗന്റെ വേറൊരു വേർഷൻ ആണോ? ഡ്രാഗന്റെ പോലെ തന്നെ ഏകദേശം ഫോർമാറ്റ് അതൊക്കെ തന്നെ, പക്ഷെ നൈസ് പടം. ഒരു വൺ ടൈം വാച്ചിന് കൊള്ളാം. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരുന്ന് ജോളി ആയിട്ടിരുന്ന് കാണാം. ലോജിക്കില്ല പടത്തിനൊന്നും. ഒരു ഇതിൽ കാണുന്ന പിന്നെ സായിയുടെ മ്യൂസിക് പ്ലേസ്മെന്റ്സ് എല്ലാം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫ് അതാണെങ്കിൽ പോകുന്നു വിചാരിച്ചല്ലേ? അതുപോലെ പക്ഷേ കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ഫുൾ ഇമോഷൻസ് ആണോ? കുറച്ച് വളരെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തുള്ള ലവ് ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അത് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു, എനിക്ക് ഇഷ്ടമായി. കൊള്ളാം. പ്രദീപ് രംഗനാഥന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ട്. മമ്മിയുടെ കോംബോ സീൻസ് ഒക്കെ വർക്ക്ഔട്ട് ആയിരുന്നു. നന്നായിട്ടുണ്ട്. കോമഡി പടമാണ്. കുഴപ്പമില്ല മോനെ, കണ്ടിരിക്കാം. അത് തിയേറ്ററിൽ നിന്ന് കാണാനുള്ളതുണ്ട്, ഫാമിലീസിനും കാണുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇത് കേരളത്തിൽ എങ്ങനെ ഓടുമെന്ന് എനിക്കറിയില്ല. നമുക്കത് കാണുന്ന ഇപ്പോൾ യങ്സ്റ്റേഴ്സിനും നമ്മൾ ഓഡിയൻസ്, ഫാമിലീസിന് കാണാൻ പറ്റില്ലല്ലോ. തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഫെസ്റ്റീവ് സീസണാണ്, ഒരു ദീപാവലി സീസൺ, ഒരു ഫാമിലിയിൽ പോയി കാണാൻ ഉള്ള എല്ലാ ഐറ്റംസും ഉണ്ട് പടത്തിൽ. കാണാം, കണ്ടിരിക്കാം. ഇറ്റ്സ് വാച്ചബിൾ. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇവിടെ അങ്ങനെ ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഓക്കെ. കപ്പിൾസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. കപ്പിൾസ് എന്ന് പറയുമ്പോൾ അത് ഏതാ, ഇപ്പൊ ന്യൂലി മാറ്റ് കപ്പിൾസിന് ഇഷ്ടപ്പെടാം. പക്ഷെ കുറച്ച് ഇച്ചിരി ലോജിക് പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ OTT ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ എടുത്ത് ഏറി പോകാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ബട്ട് അല്ലാതെ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഒരു മൂവി കാണുമ്പോൾ ഒരു പോപ്കോൺ ഒക്കെ കഴിച്ച് അങ്ങനെ ടൈം പാസ് കണ്ടിരിക്കാന്നുള്ള എല്ലാ ഇതും ഉണ്ട്. സിനിമ എലമെന്റ്സ് ഉണ്ട്, കാണാം, കണ്ടിരിക്കാം. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ കുറച്ച് ഫാമിലി ഇമോഷൻസിനാണ് അവർ ഇത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മറ്റ് സിനിമകളൊക്കെ നോക്കുമ്പോൾ അങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാമിലി ബോണ്ടിങ് റിലേഷൻഷിപ്സിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വാച്ചബിൾ, ഫെയർ വാച്ച്. കൊള്ളാം, നല്ല പേസിംഗ് ഒക്കെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും അത്ര വേറെ സ്റ്റോറി ഒന്ന് ഫെയിലാണ്. സെക്കൻഡ് ഹാഫ് അത്രയും ഇമോഷൻസ് എല്ലാം കൂടെ കൺവേ ആയോ? കുഴപ്പമില്ല. ഡയറക്ഷനും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ അതല്ലാണ്ട് സ്റ്റോറി ഇച്ചിരി മോശമാണ്. കുഴപ്പമില്ല. അടിപൊളി പടമായിരുന്നു. ഡയറക്ടറിന്റെ പഴയ പടങ്ങൾ തന്നെ നൈസ് പടമായിരുന്നു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് എല്ലായിടത്തും നല്ല രീതിയിലുള്ള പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ആക്ടറിന്റെ ടിപ്പിക്കൽ സാധനം തന്നെയാണ്. നൈസായിട്ടുണ്ടായിരുന്നു, നല്ല അഭിനയം. അതുപോലെ തന്നെ ഓരോ ടൈമിലും ഉണ്ടാകുന്ന ഓരോരോ റിയാക്ഷൻസ്, അത് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. കോമഡി, അതുപോലെ തന്നെ എമോഷൻസ് എല്ലാം കറക്റ്റിന് പ്ലേസ് ചെയ്ത് അത് സിങ്ക് ആയി കൊണ്ടുപോയിട്ടുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ എനർജറ്റിക് ആയിട്ട് തന്നെയാണ് പടം പോയിക്കൊണ്ടിരുന്നത്. അടിപൊളി പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ്. ഡ്രാഗന്റെ വേറൊരു വേർഷൻ ആണോ? ഡ്രാഗന്റെ വേർഷൻ ലെഫ്റ്റ് ട്രാക്ക് തന്നെയാണ് പടം. അടിപൊളിയാണ്. പ്രദീപ് അടിപൊളിയാണ്. പാട്ടാണെങ്കിലും ഭയങ്കര രസമാണ്. ഫുൾ ത്രൂ ഔട്ട് അടിപൊളിയാണ്. പ്രദീപിന്റെ ഒരു 1 man show ആണോ? എല്ലാരും കൊള്ളാം. അടിപൊളിയാണ് പടത്തില്. പുള്ളി കിടിലാണ്.
അടിപൊളി സിനിമ, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. കൊള്ളാം, നൈസ് പടം, കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടിരിക്കാം അത്രേ ഉള്ളൂ. പിന്നെ ആ കോമാളിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിന്റെ അത്ര ഒരു ബാക്കപ്പ് ഇതിൽ വന്നിട്ടില്ല, എന്നാലും തിരക്കടില്ല, അടിപൊളി. നൈസ് പടം ബ്രോ, കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് ലെവലില്ല, സ്റ്റാർട്ടിങ് ഒക്കെ പീക്ക് ബ്രോ. ബ്രോ എങ്ങനെ നല്ല പടം. ഫസ്റ്റ് ഹാഫ് ഉള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് നല്ല രസമായിരുന്നു, പക്ഷെ എൻഡിങ്ങിന് വന്നപ്പോൾ ചെറിയൊരു തിരുത്ത്. ഓവറോൾ നല്ല ഗുഡ് വാച്ചാണ്. സ്ക്രിപ്റ്റ് അടിപൊളിയാണ്, എഴുത്ത് വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് ഒക്കെ അടിപൊളിയാണ്, നല്ല രസമുണ്ട്, നല്ല എന്റർടൈനറാണ്.